ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ തുടങ്ങാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിൽ ഇന്നത്തെ പരിപാടി രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം ഉച്ചയ്ക്കുള്ളത്. നേരം വൈകിട്ട് എഴുന്നേറ്റ് ഇന്നൊരു 9:30 ആയിട്ടുണ്ട് എഴുന്നേറ്റപ്പോൾ. ഇനി അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അടുത്തൊരു പള്ളിയിൽ പെരുന്നാളുണ്ട്. ഇന്നലെ ഞാൻ വരുമ്പോൾ ഒരു പള്ളിയിൽ വീഡിയോ ജസ്റ്റ് ഇട്ടുണ്ടായിരുന്നല്ലോ. ആ പള്ളിയിൽ ഇന്ന് പെരുന്നാളുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് വൈകിട്ട് പോകണം. ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തോടുകൂടെ നമ്മുടെ ഈ ഡെയിലി വീഡിയോ ഇടുന്ന പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി വല്ല വിശേഷങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഒരു യാത്രകളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ. ഇപ്പോൾ ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ ഒരാഴ്ച അടുപ്പിച്ചിട്ടില്ല. ഇനി അതിട്ടാൽ ബോറായിരിക്കും. അപ്പോൾ നമുക്കപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ബൈ. വെച്ചു പിന്നെ ചായയൊക്കെ ഉണ്ട്. നേരത്തെ പഴമൊക്കെ കൂട്ടി. ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ബീഫും കൂർക്ക കേട്ടോ. അപ്പോൾ ബീഫും കൂർക്കയ്ക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് അടുപ്പത്ത് വെക്കാനായിട്ട്. പിന്നെ രഞ്ജിയോട്ട് ഉഷാറൊക്കെ ആയിട്ട് പുറത്തു പോകാൻ നിൽക്കുക. ഞാനാണെങ്കിൽ കൂർക്കയൊക്കെ നന്നാക്കി അത് കഴിഞ്ഞിട്ട് വേഗം ബീഫ് കറിയൊക്കെ വെച്ചു കേട്ടോ. ബീഫ് പെട്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ചോറിനാനിരുന്നു. അപ്പം തന്നെ 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ച വരെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് സന്ധ്യയായപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തെങ്കിലും സീരിയലിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ സീരിയൽ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഉണ്ണിയാണെങ്കിൽ പേരയ്ക്കുണ്ട്, ഫ്രൂട്ട്സ് വലിയ ഇഷ്ടമാണ്, അത് കണ്ടിരുന്നു. പിന്നെ അപ്പോഴത്തേനും രഞ്ജോട്ടും ചപ്പാത്തി ഉണ്ടാക്കാൻ പോയി. വൈകുന്നേരത്തെ ഫുഡ് രഞ്ജോൻ്റെ വകയാണല്ലോ. ആ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കിനി പോവാനായിട്ട്. അങ്ങനെ ചപ്പാത്തിയൊക്കെ വേഗം ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ച് നേരെ ഞങ്ങൾ പെരുന്നാൾ കാണാൻ പോകാനാട്ടോ പ്ലാൻ ഇട്ടിരിക്കണേ. അപ്പം ഇന്നത്തെ ആ പെരുന്നാളോടുകൂടെ നമ്മുടെ ഡെയിലി വ്ളോഗിൻ്റെ പരിപാടികളൊക്കെ തീരാട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാകുന്ന പറഞ്ഞാൽ ആൾ എണ്ണീട്ടൊക്കെയാണ് ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പോൾ ആ പരിപാടിയാണ് ഇപ്പോൾ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഫിനിഷിങ് സ്റ്റേജിലാട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പള്ളിയിൽ പെരുന്നാൾ കാണാനെത്തി കേട്ടോ. പെരുന്നാൾ കാണാൻ വന്നപ്പോൾ ദൈവമേ എന്താ ഒരു തിരക്കെന്നറിയാം. ആദ്യത്തെ ഈ വർഷത്തെ അങ്ങനെ ഈ ചുറ്റുവട്ടത്തൊന്നും ആദ്യത്തെ പെരുന്നാൾ. അപ്പോൾ അതിൻ്റേതായൊരു തിരക്കുണ്ട്. ഈ കൊല്ലത്തെ വെറൈറ്റി ആട്ടോ. ഈ 3 കൊമ്പുകളുണ്ടായിരുന്നു അവിടെ. ഈ വെള്ളയും റെഡും പിന്നെ വേറെ ഏതൊരു കളറും കൂടെ ആഷ് കളറ് ഒക്കെ കൂടെ ഭയങ്കര രസമായിരുന്നു അത് കാണാൻ കേട്ടോ. അതനുസരിച്ചുള്ള ജനങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഉള്ളിൽ കയറി അങ്ങനെ വലിയ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. നാളെ ഭയങ്കര ആഘോഷമാണ്. 35,000 പേർക്ക് കൂട്ടുപെരുന്നാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചാണ് നീണ്ടു. പിന്നെ കണ്ടു പാൻറ് സെറ്റുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം പാൻറ് സെറ്റൊന്നുമില്ല, 2-3 ഒക്കെ ഉള്ളൂ. കൂട്ടുപെരുന്നാളായതുകൊണ്ട് അങ്ങനെ അധികം ഉണ്ടാവില്ലല്ലോ. അമ്പ് പെരുന്നാളിനാണ് അങ്ങനെ ഉണ്ടാവുക. പക്ഷെ എന്നാലും ഒരുപാട് ജനങ്ങളുണ്ട്. ഇത് കഴിഞ്ഞൊരു വെടിക്കെട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ബാൻഡ് സെറ്റുകളൊക്കെ ഉള്ളിൽ വെടിക്കെട്ടാണ് കേട്ടോ. അപ്പോൾ വെടിക്കെട്ട് ഇപ്പം നടക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ വെടിക്കെട്ടോടുകൂടെ നമ്മുടെ ഈ ആഴ്ചയിലത്തെ വ്ളോഗുകൾ തീരാണ് കേട്ടോ. അപ്പോൾ വെടിക്കെട്ട് കണ്ടോട്ടെ എല്ലാവരും.